CPIM കോട്ടയം ജില്ലാ സമ്മേളനം തുടരുകയാണ്. ജില്ലാ സെക്രട്ടറിയായി AV റസലിനെ തെരഞ്ഞെടുത്തു. 38 അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അതിൽ 6 പേർ പുതുമുഖങ്ങളാണ്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, സമ്മേളനത്തിൻ്റെ നിർണായകമായ ഘട്ടമാണ്, അതാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് പുതിയ ജില്ലാ കമ്മിറ്റിയായി AV റസൽ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നു. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് CPMൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വരുന്ന 3 വർഷക്കാലത്തേക്ക് പാർട്ടിയെ ജില്ലയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള 38 അംഗ ജില്ലാ കമ്മിറ്റിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജില്ലാ സെക്രട്ടറിയെയും യാതൊരുവിധ എതിർപ്പുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തു. ആ ജില്ലാ സെക്രട്ടറിയായി നിലവിലത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് AV റസൽ വീണ്ടും വരുന്ന 3 വർഷക്കാലത്തേക്ക് പാർട്ടിയെ കോട്ടയം ജില്ലയിൽ നയിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ജില്ലാ സമ്മേളനം എത്തിപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത്, മുതിർന്ന നേതാവും ദീർഘകാലം MPയും MLAയും ഒക്കെയായി സേവനമനുഷ്ഠിച്ചിരുന്ന സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിൽ സുരേഷ് കുറുപ്പിനൊപ്പം ഒഴിവായിട്ടുള്ളത് 6 പേരാണ്. അതിൽ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള K അനിൽകുമാർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അതുപോലെ ദേശാഭിമാനിയുടെ കോട്ടയം ജില്ലാ മാനേജറായിരുന്ന CJ ജോസഫ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. സുരേഷ് കുറുപ്പും CJ ജോസഫും K അനിൽകുമാറുമെല്ലാം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ കൂടിയായിരുന്നു. ഒപ്പം തന്നെ MP ജയപ്രകാശ് ഒഴിവായിട്ടുണ്ട്. വൈക്കത്തു നിന്നുള്ള K അരുണൻ, B ആനന്ദക്കുട്ടൻ, അങ്ങനെ 6 പേരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. ഇവർ 6 പേർ ഒഴിവായപ്പോൾ പുതിയതായി ഉൾപ്പെട്ടിട്ടുള്ള 6 പേർ കോട്ടയത്തെ CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി B ശശികുമാർ, ഒപ്പം തന്നെ DYFIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ, അതുപോലെ തന്നെ മഹിളാ പ്രവർത്തകയും ഒപ്പം തന്നെ കോട്ടയം നഗരസഭാ അംഗവും ദീർഘകാലം DYFIയിലൂടെ സംഘടനാ രംഗത്ത് കടന്നു വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ഷീജ അനിൽ, ഒപ്പം KK രഞ്ജിത്ത്, പാർട്ടിയുടെ പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഈ സമ്മേളനം നടക്കുന്ന പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സുഭാഷ് T വർഗീസ്, ഒപ്പം K ജയകൃഷ്ണൻ, അങ്ങനെ 6 പേരാണ് പുതുതായിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ 20 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധിയെയും സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 38 അംഗ ജില്ലാ കമ്മിറ്റി യോഗം വെറും 1 മിനിറ്റ് കൊണ്ടാണ് ചേർന്ന് പുതുതായിട്ടുള്ള ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. AV റസലിനെ തുടരാൻ ഈ ജില്ലാ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനവും ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം നടക്കുക. ആ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ചുവപ്പ് സേന മാർച്ചും പ്രകടനവും നടക്കും. പാമ്പാടിയിൽ 2 ഏരിയ കമ്മിറ്റികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രകടനം സംഘടിപ്പിക്കപ്പെടുന്നത്. കാരണം ദേശീയപാത KK റോഡ് കടന്നു പോകുന്ന ചെറുപട്ടണത്തിൻ്റെ നടുവിലാണ് ഈ പാമ്പാടി നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിലുള്ള ഒരു പ്രകടനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ 12 ഏരിയ കമ്മിറ്റികളിൽ നിന്നും 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മാത്രം, ഏരിയ കമ്മിറ്റിയിലുള്ള പ്രവർത്തകർ മാത്രം പങ്കെടുത്തുകൊണ്ടാണ് പ്രകടനം പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അജിംഷാദ്.